ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ചരട് കെട്ടുന്നതിനെക്കുറിച്ചാണ്. ചരട് എങ്ങനെ കെട്ടണം എന്നും ഏതു മുഹൂർത്തമാണ് ഉത്തമം എന്നും മനസ്സിനെ ബാധിക്കുന്ന ഭയത്തെ നിവാരണം ചെയ്യാൻ എന്താണ് മാർഗമെന്നും ഏതു മന്ത്രമാണ് ദുരിത നിവാരണത്തിന് നല്ലതു എന്നുമാണ് ഇന്ന് പറയുന്നത്. മന്ത്രം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മന്ത്രത്തിലേക്ക് പോകും മുന്നേ അല്പം കുറച്ചു കാര്യങ്ങൾ പറയുവാനുണ്ട്. മനുഷ്യൻ തന്റെ വികാരം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ആത്മപ്രകാശനം നടത്തുമ്പോൾ അവൻ ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത് അക്ഷരങ്ങളാണ്. നിഷ്കളങ്കമായ വാക്കു ഏറ്റവും മധുരമാകുന്നതു അവൻ ദിവ്യമായതിനെ സ്തുതിക്കുമ്പോഴാണ്. ഈ സ്തുതിവചനത്തെ ഋക് എന്നു പറയുന്നു. ഋഗ്വേദം അതാണ്. നാദബ്രഹ്മത്തിൽ നിന്നും സർവവും ഉത്ഭൂതമായിരിക്കുന്നതുകൊണ്ട് മനുഷ്യന്റെ അവസാനത്തെ ലയം സംഭവിക്കുന്നതും നാദത്തിലാണ്. ആ നാദം സത്യമാണ്, അക്ഷരമാണ്. അതിന് ദിവ്യത്വമുണ്ട്. ഓങ്കാരത്തെ ആരോഹണം ചെയ്ത് ഉച്ചസ്ഥായിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഉദ്ഗീതമായിത്തീരുന്നു. അതു മനുഷ്യനു ആത്മനിർവൃത്തി നൽകുന്നു. അക്ഷരത്തിനു പ്രാണന്റെ ഊർധ്വഗതിയിൽ പ്രാണസ്തംഭനത്തിൽ ശക്തി കൈവരുന്നത് ഈ ബ്രഹ്മദർശനം കൊണ്ടാണ്. പറഞ്ഞുവരുന്നത് വാക്കുകൾക്ക് അദ്ഭുതമായ ശക്തിയുണ്ട് എന്നതാണ്. 4 വേദങ്ങളിൽ ഒന്നായ അഥർവവേദത്തിൽ ദോഷവും രോഗങ്ങളും അകറ്റാൻ സംരക്ഷണ കുംഭങ്ങളും നൂലുകളും ഉപയോഗിക്കുന്നതിനെ വിവരിക്കുന്ന ശ്ലോകങ്ങളും മന്ത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രത്യേക മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ പലപ്പോഴും ഈ നൂലുകൾ അഥവാ ചരടുകൾ കെട്ടാറുണ്ട്. പുരാണങ്ങളിൽ സ്കന്ദപുരാണം, പദ്മപുരാണം തുടങ്ങിയ വിവിധ പുരാണങ്ങളിൽ സംരക്ഷണത്തിനും മതപരമായ ആചരണത്തിനുമായി പവിത്രമായ നൂലുകളുടെ ഉപയോഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ദൈവിക പ്രീതിയും സംരക്ഷണവും നേടുന്നതിന് പ്രത്യേക ചടങ്ങുകളിൽ നൂലുകൾ കെട്ടുന്നതിന്റെ പ്രാധാന്യം അവർ എടുത്തുകാണിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. പലപ്പോഴും ചരടുകൾ ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. അത് എങ്ങനെ എന്ന് തെളിവ് സഹിതം ഞാൻ പറയാം. നിങ്ങൾ കേട്ടുകൊള്ളുക. ഒരു ചരടിൽ സത്യത്തിൽ ഒന്നുമില്ല, എന്നാൽ മനസ്സിന്റെ ശക്തിവിശേഷം കൊണ്ട് അതിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ പ്ലേസിബോ ഇഫക്റ്റിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്ലേസിബോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിന് കിട്ടുന്ന സമാധാനമാണ്. ഉദാഹരണം, ഒരാൾക്ക് ഒരു രോഗവും ഇല്ല എന്നും ഒക്കെ അയാളുടെ തോന്നൽ എന്ന് അയാളെ ചികിത്സിക്കുന്ന വൈദ്യനും അറിയാം. എന്നാൽ രോഗിയോട് തനിക്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ നിരാശനാകും. ഇത്തരം സന്ദർഭങ്ങളിൽ രോഗിയുടെ മനോശാന്തി മുന്നിൽ കണ്ടുകൊണ്ട് ദോഷങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു വൈറ്റമിൻ ഗുളിക കൊടുക്കുകയും ഇത് കഴിക്കൂ, രോഗം പൊയ്ക്കോളും എന്ന് പറയുകയും ചെയ്യുന്നു. അയാൾ സന്തോഷത്തോടെ അത് കഴിക്കുകയും രോഗലക്ഷണങ്ങളും ക്ഷീണവും മാറി അയാളുടെ പ്രതീക്ഷകൾ ഉയരുകയും ചെയ്യുന്നു. നോക്കൂ, ഇവിടെ സത്യത്തിൽ വൈദ്യൻ മരുന്നൊന്നും നൽകിയില്ല, ഹോമിയോയിൽ കാണുന്ന മധുരമുള്ള ഒരു പ്ലെയിൻ കാപ്സൂൾ മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷേ റിസൾട്ട് വളരെ മികച്ചത്. ഈ പ്ലേസിബോ എഫക്റ്റ് ഉണ്ടാക്കുന്നതിൽ ചരടിന് വലിയ തോതിൽ കഴിയും. അതായത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നൂൽ അഥവാ ചരട് പ്രാണനെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പ്രാണനെ പ്രതിഷ്ഠിക്കുന്ന പോലെ മന്ത്രത്താൽ ചരടിൽ സങ്കല്പ ശക്തി കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു. അത് ചിലപ്പോൾ ഇഷ്ടദേവനാകാം, ദേവിയാകാം, ഭൂതങ്ങൾ ആകാം, അതുമല്ലെങ്കിൽ ഒരു കൂട്ടം ദേവന്മാരുടെ അസ്ത്രങ്ങളെ പോലെ ശക്തിയുള്ള ദിവ്യ മന്ത്രങ്ങളാകാം. ശ്രീരാമനെ പ്രീതിപ്പെടുത്താനും ഹനുമാൻ സ്വാമിയുടെ ഇഷ്ടം നേടാനും ഏറ്റവും നല്ലത് പച്ച നിറത്തിലുള്ള ചരടുകളാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റില മാല കൊടുക്കുന്നതും ഈ തത്വത്തിൽ നിന്നുമാണ്. ഹനുമാന് വടമാല കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഉഴുന്നുവടയിൽ മാല നിർമ്മിച്ചു കെട്ടിയ ആൾക്കാർ ഉള്ള നാടാണ് കേരളം. വടമാല എന്നാൽ ആലില കൊണ്ട് കെട്ടുന്ന മാലയാണ്. ശനിദോഷം മാറുവാൻ കറുത്ത ചരട് ഹനുമാൻ മന്ത്രങ്ങളോ ഗണേശ മന്ത്രങ്ങളോ കൊണ്ട് പൂജിച്ചു കെട്ടുന്നത് ഉത്തമമാണ്. ചരടുകൾ കെട്ടുമ്പോൾ റോസ് വാട്ടറിലോ ചന്ദനം അരച്ച വെള്ളത്തിലെ വെറുതെ ഒന്ന് കഴുകി എടുക്കണം. ശേഷം ഇഷ്ടദേവന്റെ അമ്പലത്തിലെ തീർത്ഥജലം വാങ്ങി അതിൽ മുക്കി എടുക്കണം.
അതിനുശേഷം നല്ല മുഹൂർത്തം നോക്കി ഭസ്മം തേച്ചു വീണ്ടും ശുദ്ധിയാക്കുക. ഇങ്ങനെ ചെയ്താൽ ചരട് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ ദോഷവും താൻ വാങ്ങിയപ്പോൾ ഉള്ള സമയത്തെ ദോഷവും നീങ്ങി ദേവതപ്രീതി ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ ചുമ്മാ കടയിൽ കയറി ഒരു നൂൽ വാങ്ങി പാവം പോറ്റിക്ക് കൊടുത്തു എടിപിടിന്ന് കാര്യങ്ങൾ ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ ഗുണം വർദ്ധിക്കുന്നതാണ്. ഏതു മുഹൂർത്തത്തിൽ കെട്ടണം, ഇനി ഏതു മുഹൂർത്തം നല്ലതു എന്നുള്ളതാണ്. മത്സര പരീക്ഷയ്ക്ക് അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വിജയമുഹൂർത്തം നല്ലതാണ്. വ്യാഴം അല്ലെങ്കിൽ വെള്ളി 2:30 മണിക്ക് അകം കെട്ടുന്നത് ഉത്തമമാണ്. അത് രഹസ്യമായ പരസ്യം എന്ന് പറയുന്ന പോലെ വിജയമുഹൂർത്തമാണ്. ശ്രീരാമൻ യുദ്ധത്തിന് തിരഞ്ഞെടുത്തത് ഈ ശുഭകാലമാണ്. രാവിലെ 6:15 തൊട്ട് 6 വരെ കെട്ടാൻ തിരഞ്ഞെടുക്കാം. ഉച്ചയ്ക്ക് 12-12:30 ഉള്ളിൽ കെട്ടാം. ശുഭമാണ്. മനഃശാന്തിക്കു വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മവും തിങ്കളാഴ്ചയും രോഹിണി മുഹൂർത്തത്തിലും ചെയ്യുന്നത് ഉത്തമമാണ്. ഇനി ഭയത്തെ നിവാരണം ചെയ്യാൻ ഉപായം. വെളുത്ത എരുക്ക് പൂ കുറച്ചു എടുത്തു മടിയിൽ കെട്ടി ഒരു ദിവസം മുഴുവൻ സൂക്ഷിക്കുക. ആണായാലും പെണ്ണായാലും ഇങ്ങനെ ചെയ്യുക. അടുത്ത ദിവസം അതേ സമയം പുതിയ പൂവ് ധരിക്കുക. ഇങ്ങനെ 3 ദിവസം ചെയ്യുക. അതായത് 72 മണിക്കൂർ ഈ പൂവ് നമ്മുടെ അരയിൽ ഇരിക്കണം. ഓരോ ദിവസവും പഴയ പൂവ് കളഞ്ഞിട്ട് പുതിയ പൂവ് വേണം ധരിക്കുവാൻ. ഭയം മാറുന്നതാണ്. അതിനുശേഷം നിർദ്ദിഷ്ട മന്ത്രം കൊണ്ട് ചരട് കെട്ടണം. ഭുവനേശ്വരി മന്ത്രമോ വാരാഹി മന്ത്രമോ ഹനുമാന് മന്ത്രമോ ഇവിടെ ഉപയോഗിക്കാം. ശത്രുദോഷങ്ങൾ മാറാൻ ഓം ഹ്രീം നമഃശിവായ എന്ന ദിവ്യ മന്ത്രം ഫലപ്രദമാണ്. മനസ്സുമായി ചേർന്ന് നിൽക്കുന്ന മന്ത്രത്തിന് ഇപ്പോഴും ദേവി മന്ത്രങ്ങൾ ഫലപ്രദമാണ്. ഏതു മന്ത്രം ചൊല്ലുന്നതിനും മുന്നേ ശ്രീ പരമേശ്വരനെ സ്മരിക്കുക. ഉദ്ദിഷ്ടകാര്യം സാധിക്കാൻ സഹായിക്കും. ശ്രീ പരമേശ്വരനെ മറന്നിട്ടു മന്ത്രങ്ങൾ പൂവണിഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഏതു മന്ത്രമാണ് ദുരിത നിവാരണത്തിന് നല്ലതു? ഇന്നത്തെ കാലത്തു ശ്രീ ശിവനും ശ്രീരാമനും ശ്രീ വിഷ്ണുവും ശ്രീ ഗണേശനും ശ്രീ മുരുകനും മാതാ ഭുവനേശ്വരിയും മാതാ വാരാഹിയും ഇങ്ങനെ ധാരാളം മൂർത്തിയുടെ ചൈതന്യം വഹിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അത് ഇതാണ്: ഓം രം ഠം ഓം സ്വാഹ. ഇത് 108 തവണ ചൊല്ലി ചരട് ശുദ്ധമാക്കുക. പിന്നെ 108 തവണ ചൊല്ലി ചരട് കെട്ടുക. ദേഹത്ത് ധരിക്കുക. ശേഷം ഭസ്മം ധരിക്കാൻ ഇഷ്ടമുള്ളവർ എങ്കിൽ 108 തവണ ചൊല്ലി നെറ്റിയിൽ ഭസ്മം കൂടി ധരിക്കാം. എല്ലാ ദുരിതവും ഒഴിഞ്ഞു പോകുന്നതാണ്. ഇതിലൊഴിയാത്ത ദുരിതങ്ങൾ ഇല്ല എന്ന് പറയാം. കൃത്യമായ പ്രാണായാമം അറിയുന്നവരിലാണ് മന്ത്രങ്ങൾ ശക്തിയോടെ ശോഭിക്കുന്നത്. അതെല്ലാം അറിയുന്നവർ ഇന്ന് കേരളക്കരയിൽ വളരെ കുറവാണ് താനും. അപ്പോൾ ഭക്തിയോടെ ചെയ്യുക എന്നൊരു മാർഗമേ ഉള്ളൂ. ഭക്തിയുണ്ടെങ്കിൽ എല്ലാം ശുഭം. ഭക്തിയുള്ളവനിൽ മനസ്സ് നല്ലതായിരിക്കും. അവന് ഒരു മന്ത്രവും വേണ്ട എന്നും പറയുന്നു. കാരണം അവന്റെ കൃത്യമായ ഭക്തി തന്നെ വലിയ മന്ത്രമാണ്. മനസ്സ് നല്ലതെങ്കിൽ മന്ത്രം എന്തിനു എന്ന് മുരുകൻ അഗസ്ത്യരോട് പറയുന്ന കഥ കേട്ടിട്ടുണ്ടോ? ആത്മീയ ആചാരങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം മനസ്സിനെ ശുദ്ധീകരിക്കുകയും ഉയർത്തുകയും ചെയ്യുകയാണെന്ന് ശ്രീ മുരുകഭഗവാന്റെ പ്രസ്താവന ഉയർത്തിക്കാട്ടുന്നു. ഇതൊക്കെ ബുദ്ധിയുള്ള മനുഷ്യർ ഓർക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ മന്ത്രം വളരെ ഫലപ്രദമായ മന്ത്രമാണ്. പുരാണ പ്രസിദ്ധമാണ്. ഭക്തിയോടെ ചെയ്യുക. അപ്പോൾ എല്ലാ പേർക്കും ശുഭദിനം നേരുന്നു. നന്ദി.